ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് അമേസിംഗ് ഫൺ ഫാക്ട്സ് പാർട്ട് 21 ആണ്. വാസ്തവത്തിൽ നമ്മൾ കാണുന്ന 50%-ലധികം കുരങ്ങന്മാർക്കും പൊട്ടിയ എല്ലുകളാണുള്ളത്. ഇത് അവർ ഭൂരിഭാഗമായും മരത്തിൽ നിന്ന് തൂങ്ങുമ്പോൾ സംഭവിക്കുന്ന അപകടത്തിലൂടെയാണ് ഉണ്ടാവുന്നത്. നിങ്ങൾക്ക് ഒരു ഗ്രിസ്ലി ബെയറിന്റെ കടിയുടെ കട്ടി എത്രയാണെന്ന് അറിയാമോ? അതിന്റെ വെറും ഒരേ ഒരു കടി കൊണ്ട് തന്നെ ഒരു ബോളിംഗ് ബോൾ സുഖമായി ചതച്ചിറക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ആരും അതിന്റെ മുന്നിലോട്ട് പോകുന്നത് നന്നായിരിക്കുന്നതല്ല. വാസ്തവത്തിൽ മൃഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന സയന്റിസ്റ്റുകളുടെ കണ്ടുപിടുത്തം അനുസരിച്ച് പൂച്ചകളുടെ മ്യാവ് എന്ന സൗണ്ട് അവരുടെ ഫ്രണ്ട്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളതല്ല, മറിച്ച് അത് നമ്മൾ മനുഷ്യരുടെ ഒരു അറ്റൻഷൻ അഥവാ ഒരു ശ്രദ്ധ ലഭിക്കാൻ വേണ്ടി മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു പൂച്ചയുടെ മ്യാവ് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായും അതിന് ശ്രദ്ധ കൊടുക്കുക. നമ്മളിൽ എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു തെളിയിക്കപ്പെട്ട വസ്തുതയാണല്ലോ തേൻ ഒരിക്കലും കേടുവരില്ല എന്ന്. ഇതിനുള്ള ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈജിപ്ഷ്യൻ ഫെറോസിന്റെ കെട്ടിടങ്ങളിൽ കണ്ടെത്തിയ തേൻ ആർക്കിയോളജിസ്റ്റുകൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. ഇത് മാത്രമല്ല, ഇതപ്പോൾ അവർ കണ്ടുപിടിച്ചതനുസരിച്ച് ഇത് എഡിബിളുമായിരുന്നു. കുറെ ബുക്കുകൾ കളക്ട് ചെയ്യുകയോ വാങ്ങുകയോ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്തതിനു ശേഷം അത് വായിക്കാതിരിക്കുന്നതിന് പറയുന്ന പേരാണ് ചുക്കോണ്ടു എന്ന്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടോ? വാസ്തവത്തിൽ ഭൂരിഭാഗം കുട്ടികളും ജനിക്കുമ്പോൾ അവരുടെ കണ്ണിലെ കൃഷ്ണമണിയുടെ നിറമെന്ന് പറയുന്നത് നീലയായിരിക്കും. പക്ഷെ ഇത് പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും മുഴുവനായിട്ടും കറുപ്പായി തീരുക. ഇത് ഒരു രസകരമായ വസ്തുത. നിങ്ങൾക്ക് സൗണ്ട് എനർജി കൊണ്ട് ഒരു ചായ ചൂടാക്കാൻ ആവശ്യമായ ചൂട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം 8 വർഷം 7 മാസം അതുപോലെ തന്നെ 6 ദിവസവും നിർത്താതെ കോട്ടുവായിട്ടതിന് ശേഷം മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഇത് വളരെ വിചിത്രമാണല്ലേ? നമ്മുടെ ലോകത്തിൽ ഒഫീഷ്യൽ പോപ്പുലേഷനിൽ ഒരാൾ മാത്രമുള്ള ഒരേ ഒരു സ്ഥലം എന്ന് പറഞ്ഞ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ നെബ്രാസ്കയിലെ മൊണോവിയയിലാണ്. ഇവിടെ ഒരേ ഒരു സ്ത്രീ മാത്രമേ ജീവിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മേയറും അതുപോലെ തന്നെ ലൈബ്രറിയും ഒക്കെ ഇവൾ തന്നെയാണ്. ഇതൊന്നും കൂടാതെ തന്നെ ഇവിടുത്തെ ടാക്സും ഈ സ്ത്രീ മാത്രമാണ് കൊടുക്കുന്നത്. ഏകദേശം 60 വയസ്സാകുമ്പോഴേക്കും തന്നെ ഓരോ മനുഷ്യന്റെയും പകുതിയോളം ടേസ്റ്റ് ബഡ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങളോട് അവർ ഈ ഫുഡ് രുചിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത്ര വലിയ കാര്യമാക്കേണ്ട കാര്യമില്ല. അപ്പോളോ 17 ആസ്ട്രോനറ്റ് ആയ ഹാരിസന് വാസ്തവത്തിൽ മൂൺ ഡസ്റ്റ് അലർജി ആയിരുന്നു. ഇത് എന്തൊക്കെ കോയിൻസിഡൻസ് ആണല്ലേ? കൊളോണിയൽ അമേരിക്കയിൽ ലോബ്സ്റ്റർ എന്ന് പറയുന്നത് വളരെ ചീപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ഇത് അവിടുത്തെ പാവപ്പെട്ടവരും അതുപോലെ തന്നെ പ്രിസണേഴ്സ് അഥവാ ജയിൽ പുള്ളികളുമാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ലോബ്സ്റ്റർ എന്ന് പറയുന്നത് വലിയ വലിയ ഹോട്ടലുകളിലെ മെയിൻ ഡിഷും അതുപോലെ തന്നെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡിഷ് തന്നെയാണല്ലേ? നമ്മുടെ ലോകത്തിലെ മുഴുവൻ എയർപോർട്ടിന്റെ എണ്ണത്തിന്റെ 1/3 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് അമേരിക്കയിലാണ്. അപ്പൊ അവിടെ എത്രമാത്രം എയർപോർട്ടുകൾ ഉണ്ടാകുമല്ലേ? വാസ്തവത്തിൽ ഹൈ ഹീൽസ് ഫാഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏകദേശം 10ാം നൂറ്റാണ്ടിലായിരുന്നു. അക്കാലത്ത് ഇത് ഉപയോഗിച്ചിരുന്നത് പുരുഷന്മാരും അതുപോലെ തന്നെ കശാപ്പുകാരുമായിരുന്നു. കശാപ്പുകാർ അവരുടെ കാലിൽ രക്തം പുരളാതിരിക്കാനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഏകദേശം 18ാം നൂറ്റാണ്ടായപ്പോഴാണ് ഇത് സ്ത്രീകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. നമ്മുടെ ലോകത്ത് ഒറ്റ റിവർ അഥവാ പുഴയോ നദിയോ തടാകങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരേ ഒരു രാജ്യമെന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് വളരെ അൺലക്കി ആയ ആളുകൾ തന്നെയാണല്ലേ? യൂറോപ്പിലെ ഏറ്റവും വലിയ മൗണ്ടൈനസ് ആയിട്ടുള്ള കൺട്രി എന്നറിയപ്പെടുന്നത് സ്പെയിനാണ്. ഇത് മാത്രമല്ല, ഇവിടെ ഏകദേശം 8000 കിലോമീറ്ററോളം ബീച്ചുമുണ്ട്. നമ്മുടെ ലോകത്തെ 90%-ലധികം ഫ്രഷ് വാട്ടറും ഇപ്പോഴും അന്റാർട്ടിക്കയിലെ ഐസായാണ് തുടരുന്നത്. യൂറോപ്യൻ ശക്തികളുമായി ഏറ്റുമുട്ടാത്ത 2 രാജ്യങ്ങൾ എന്ന് പറഞ്ഞ് ഇത്യോപ്യയും അതുപോലെ തന്നെ ലൈബീരിയയും മാത്രമാണ്. നമ്മുടെ ലോകത്ത് ഇന്നേ വരെയായിട്ട് വീണിട്ടുള്ള ഏറ്റവും വലിയ സ്നോബോളിന്റെ വലുപ്പം എന്ന് പറയുന്നത് ഏകദേശം 15 ഇഞ്ചോളമാണ്. ഇത് വീണിട്ടുള്ളത് ഒരാളുടെ നാവിന്റെ മുകളിലൂടെയാണ്. വാസ്തവത്തിൽ സ്പാനിഷ് നാഷണൽ ആന്തത്തിൽ യാതൊരു വേർഡ്സ് അഥവാ യാതൊരു വാക്കുകളും ഇല്ല. വാസ്തവത്തിൽ ഒരു ഓസ്ട്രിച്ചിന്റെ കണ്ണിന്റെ വലുപ്പം എന്ന് പറയുന്നത് അതിന്റെ ബ്രെയിനിനേക്കാളും വലുതാണ്. അപ്പൊ അതിന്റെ ബ്രെയിനിന്റെ വലുപ്പം എത്രയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ.